ഗുഡ് മോർണിംഗ്. സോ നമ്മൾ കോണിക് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. കോണിക്കിൻ്റെ ഒരു സ്പെഷ്യൽ നോൺ ഡീജനറേറ്റ് കോണിക്സ് എന്താണെന്ന് പഠിച്ചു. ഡീജനറേറ്റ് കോണിക്സ് എന്താണെന്ന് പഠിച്ചു. നോൺ ഡീജനറേറ്റ് കോണിക്സിൽ 3 അല്ല, ഇതിൽ ആദ്യത്തെ പരാബോള എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക, ഇത്രയൊരു പ്രോബ്ലംസ് ഒക്കെ കണ്ടു. ഇനി നമുക്ക് എലിപ്സ് കാണാം അല്ലേ. എപ്പോഴും നമ്മൾ എന്താണെന്ന് നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീജനറേറ്റ് കോണിക്സ് ഒക്കെ എന്താണ്, ഒരു ഫോക്കസും അതിൽ ഓരോ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ പോയിൻറ്റും ഒരു കോൺസ്റ്റൻറ്റ് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആയിരിക്കുന്നു അല്ലേ. ഈ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഇ എന്ന് ഈക്വൽ ടു 1 ആകുമ്പോൾ അത് ആ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആവുന്ന കേസായിരുന്നു പരാബോള എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇക്ക് എന്താവും, നെഗറ്റീവ് വാല്യൂസ് വരില്ല, ഈ പോസിറ്റീവ് വാല്യൂസേ വരുള്ളൂ. അപ്പോൾ ഈ 0 ആവാം, 1 ആവാം, 1നെക്കാട്ടിലും നമ്മൾ അങ്ങനെയാണ് അതിന് ഒന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 0 ആവുന്ന കേസാണ് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. ഈ 1 ആവുന്ന കേസാണ് നമുക്ക് പരാബോള എന്ന് കിട്ടിയത്. അപ്പോൾ 0യുടെയും 1ൻ്റെയും ഇടയ്ക്ക് എക്സെൻട്രിസിറ്റി വരുമ്പോൾ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ 1നെക്കാളും വലിയ എക്സെൻട്രിസിറ്റി വരുമ്പോൾ എന്ത് സംഭവിക്കും അല്ലേ. ഈ എക്സെൻട്രിസിറ്റി 0യ്ക്കും 1നും മിഡിലുള്ള വാല്യൂ കിട്ടുമ്പോഴാണ് നമുക്ക് എലിപ്സ് കിട്ടുന്നത്. ദാറ്റ് ഈസ് സെയിം നമ്മൾ നേരത്തെ പരാബോള പറഞ്ഞ പോലെ, എലിപ്സ് ഈസ് ദ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് പി ഇൻ ദ പ്ലെയിൻ ഹൂസ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിൻറ്റ് എഫ് ഈസ് E ടൈംസ് ദ ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് ലൈൻ ഡി. ഓക്കെ, അവിടെ അങ്ങനെ തന്നെയായിരുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞു E ടൈംസ് തന്നെയാണ്, പക്ഷേ ഈ 1 ആയതുകൊണ്ട് ആ രണ്ടെണ്ണം ഈക്വൽ ആയതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി സ്റ്റാൻഡേർഡ് നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിൽ നമുക്ക് എലിപ്സ് വരയ്ക്കാം. ഒറിജിൻ അല്ലേ, ഒറിജിനിൽ സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ബാക്കി പരാബോളയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞു. സെൻറ്ററിൽ ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ളത് ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഒറിജിനിലൂടെ അല്ല കുറച്ച് ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോകുന്നത് വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഷിഫ്റ്റ് ചെയ്ത് വേണമെങ്കിൽ വരയ്ക്കാം അല്ലേ. അപ്പോൾ ഓരോന്നിനും ഇക്വേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, ശരിയല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഫോമാണ്. സ്റ്റാൻഡേർഡ് ഫോമിൻ്റെ കേസിൽ എ ഫോക്കസ് ലൈ ഓൺ എക്സ് ആക്സിസ് വിത്ത് കോർഡിനേറ്റ്സ് AE0. ഓക്കെ, AE0. പരാബോളയുടെ ഫോക്കസ് എന്തായിരുന്നു, A0 ആയിരുന്നു. ഡയറക്ട്രിക്സ് എന്തായിരുന്നു, x = -a ആയിരുന്നു, മറക്കരുതേ. സോ ഇവിടെ ഫോക്കസ് എന്ന് പറയുന്നത് AE0, ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x = a/e. മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ. ഇത് രണ്ടും ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ദെൻ P(xy) എന്ന് പറയുന്ന ഒരു ജനറൽ പോയിൻ്റ്, ആർബിട്രറി പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തു. നേരത്തെ പറഞ്ഞതനുസരിച്ച് ഡിസ്റ്റൻസ് അല്ലേ, FP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് E ടൈംസ് ദ ഡിസ്റ്റൻസ് PM എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ കൺസ്ട്രക്റ്റ് ചെയ്ത പോലെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ FP² അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ കാണുന്നത് കേട്ടോ. നമുക്ക് ആ വാല്യൂ കിട്ടാൻ വേണ്ടി, അത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ടാണ് വരിക ഈ FP എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് വാല്യൂസ് ഒക്കെ എന്താണെന്ന് നോക്കാം. FP = E ടൈംസ് PM എന്നാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് ഈസി ആയിട്ട് കിട്ടാൻ നോക്കുക. PM എന്ന് പറയുന്ന വാല്യൂ എന്താണെന്ന് നോക്കാം അല്ലേ. ഈ ഡിസ്റ്റൻസ് ആണ് PM എന്ന് പറയുന്നത്. ഓക്കെ, PM എങ്ങനെയാണ് വാല്യൂ കിട്ടുക നമുക്കത്, ഇതാണ് x = AE എന്ന് പറയുന്ന A/E എന്ന് പറയുന്ന പോയിൻ്റാണ് ഇത്. അതായത് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x = AE ആണ്, അതായത് A/E ആണ് ഇത്രയും ഭാഗത്തുള്ള ഡിസ്റ്റൻസ്. നമുക്ക് എന്ത് മതി, ഈ PM മതി അല്ലേ. അതായത് ഈ AE, ഈ വാല്യൂ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാനിവിടെ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പോയിൻ്റ് എന്തായിരിക്കും, ഈ പോയിൻ്റ് XY ആണല്ലേ. അതായത് ഇതിൻ്റെ X കോർഡിനേറ്റ് എന്ന് പറയുന്നത് X ആണ്. അപ്പോൾ ഈ 0 തൊട്ട് Pക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്താ വരിക, നേരത്തെ പോലെ ഞാൻ ട്രയാങ്കിൾ അവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിൻ്റ് എന്താ വരിക, X ആണ് വരിക. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് അത്രയും മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ x - A/E² എന്ന് എഴുതാം നമുക്ക് അല്ലേ, അല്ലെങ്കിൽ A/E - x എന്ന് എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. അത് സ്ക്വയർ ആയതുകൊണ്ട് x - A/E എന്ന് എഴുതി, രണ്ടും സെയിം വാല്യൂ ആണ് വരിക. ഇനി FP എന്നുള്ള വാല്യൂ വേണം നമുക്ക് കേട്ടോ. ഇതാണ് FP എന്ന് പറയുന്ന വാല്യൂ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നേരത്തെ പോലെ ഞാനിവിടെ കൺസ്ട്രക്ട് ചെയ്തു. ഇതിനെ ഞാൻ ക്യാപിറ്റൽ A എന്ന് കൊടുത്തു, ഈ പോയിൻ്റ് കിട്ടി. ഓക്കെ,
എനിക്ക് കിട്ടേണ്ടത് എഫ് പി ആണ്. എഫ് പി എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസാണ്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ. ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നാണല്ലോ അല്ലേ. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് വൈ സ്ക്വയർ ആണ്. പ്ലസ് ബേസ് എന്ന് പറയുന്നത് ഈ സൈഡ് ഇതെന്താ വരിക, ഇത്രയും ഭാഗം. ഇത് ടോട്ടൽ എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ. എക്സ് കോർഡിനേറ്റ് ആയതുകൊണ്ട് എക്സ് ആണ്. പക്ഷെ നമുക്ക് ഫുള്ള് വേണ്ട അല്ലേ. ഈ ഭാഗം മൈനസ് ചെയ്യണം. ആ എഫ് എന്ന് പറയുന്ന കോർഡിനേറ്റ് എന്താ, എ ഇ 0 ആണ്. അതായത് ഈ മൈനസ് ചെയ്യണമെന്ന് പറയുന്ന ഈ എഫിൻ്റെ എക്സ് കോർഡിനേറ്റ് എ ഇ ആണ്. അതായത് എക്സ് മൈനസ് എ ഇ ഹോൾ സ്ക്വയർ അല്ലെ, ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് എഫ് പി സ്ക്വയർ എന്ന് വരുന്നത്. സോ എക്സ് മൈനസ് എ ഇ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്തു. ഇനി ബോത്ത് സൈഡ് എക്സ്പാൻഡ് ചെയ്തു. കോമൺ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്തു. സോ 2 ഇത്രയും ഭാഗം വരും അല്ലേ. വിച്ച് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ, ഇത് കോമൺ ആണ്, എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ കോമൺ ആണ്, എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ. അപ്പോൾ ത്രൂ ഔട്ട് എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു നെക്സ്റ്റ് സ്റ്റെപ്പിൽ. സോ 1 മൈനസ് ഇ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ ഈക്വൽ ടു 1. നമ്മൾ ഏത് ഫോമില കാണാറ് എപ്പോഴും എലിപ്സ്, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നല്ലേ. അപ്പോൾ ഇതിനെ ബി എന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബി ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ. ഓക്കെ, that is b, substituting b for a into root of 1 minus e square, we will get b square is equal to a square into 1 minus e square. We obtain the standard form of ellipse as x square by a square plus y square by b square is equal to 1. Notice this equation is symmetrical in x and y axis, so that the second symmetrical ആയതുകൊണ്ട് ഇവിടെ എ ഇ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഫിഗർ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 2 ഫോക്കസ് എടുത്ത് അതിൻ്റെ ഡിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അഗൈൻ വേറെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇതിന് സിമ്മട്രിക്കലായിട്ട് എക്സ് ആക്സിസിലായിട്ടുള്ള ഫോക്കസാണ് എഫ് ഡാഷ്. സെക്കൻഡ് ഡയറക്ട്രിക്സ് ഡി ഡാഷും എക്സ് ഈക്വൽ ടു മൈനസ് എ ബൈ ഇ. ഓക്കെ, തന്നിട്ടുണ്ടായിരുന്ന ആനിമേഷൻ വീഡിയോയിൽ 2 ഫോക്കസിനെ കൺസിഡർ ചെയ്ത് മീൻസ് അത് രണ്ടും മെർജ് ചെയ്തിട്ടായിരുന്നു നിങ്ങൾ അത് രണ്ടും യൂസ് ചെയ്തിട്ടായിരുന്നു എക്സെൻട്രിസിറ്റി ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടും സെയിം ആണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ടെക്സ്റ്റിൻ്റെ ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ദ എലിപ്സ് ഇൻ്റർസെക്ട്സ് ദ ആക്സിസ് അറ്റ് ദ പോയിൻറ്റ്സ് പ്ലസ് ഓർ മൈനസ് a0 പ്ലസ് ഓർ മൈനസ് 0 പ്ലസ് ഓർ മൈനസ് b ആൻഡ് ദ സെഗ്മെൻറ്റ് ജോയിനിങ് പ്ലസ് ഓർ മൈനസ് a0 and the segment joining 0 plus or minus b. This is the minor axis of the ellipse. Since b ഇത് പോയിൻറ്റ്സ് അല്ലേ, ഇതാണ് a0 ഫോക്കസ് ആയിരുന്നു AE0 കേട്ടോ. A0 കൂടെ പാസ് ചെയ്തു പോകുന്നു. അതേപോലെ 0b 0 മൈനസ് b ഇതിലൂടെയൊക്കെ പാസ് ചെയ്തു പോകുന്നു. ഓക്കെ, ഇനി ഇപ്പോൾ എന്താ പറഞ്ഞത്, വി കോൾ ദ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിൻറ്റ്സ് പ്ലസ് ഓർ മൈനസ് a0 അല്ലേ. അതായത് ഞാൻ വേറെ കളറിൽ വരയ്ക്കാം. ഈ ലൈൻ ഉണ്ടല്ലോ എക്സ് ആക്സിസിൻ്റെ ഈ ഒരു പാർട്ട്, ഇപ്പോൾ ഞാൻ പിങ്ക് കളറിൽ വരച്ചിട്ടില്ലേ, ഈ പാർട്ടാണ് ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് മേജർ ആക്സിസ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ ഈ സീറോ ബിയും 0 മൈനസ് ബിയും കൂടി ജോയിൻ ചെയ്ത് പോകുന്ന ഈ വൈ ആക്സിസിൻ്റെ ഇത്രയും ഭാഗം അതാണ് മൈനർ ആക്സിസ് എന്ന് പറയുന്നത് ഓഫ് ദി എലിപ്സ്. Now since b is less than a, b less than a എന്താ ഉണ്ടാ, ബിയുടെ കൺസ്ട്രക്ഷൻ തന്നെ അങ്ങനെയാണ് അല്ലേ. ഈ ലെസ് ദാൻ 1 ആണ് അല്ലേ. സോ 1 മൈനസ് ലെസ് ദാൻ 1 ക്വാണ്ടിറ്റി ഇൻറ്റു എ എന്ന് പറഞ്ഞതാണ്. സോ ബി ഓട്ടോമാറ്റിക്കലി ലെസ് ദാൻ എ ആണ്. ദാറ്റ് ഈസ് ദ മൈനർ ആക്സിസ് ഇസ് ഷോർട്ടർ ദാൻ ദ മേജർ ആക്സിസ്. ദ ഒറിജിൻ ഈസ് ദ സെൻറ്റർ ഓഫ് ദ എലിപ്സ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, സ്റ്റാൻഡേർഡ് ഫോം ആണെങ്കിൽ സെൻറ്റർ എന്താണ്, ഒറിജിനാണ്. ഓക്കെ, നോട്ടീസ് ദാറ്റ്. ഇനി അടുത്തത് നമുക്ക് പാരാമെട്രിക് പോയിൻറ്റ്സ് വേണം അല്ലേ. എ കോസ് ടി ബി സൈൻ ടി ആണ് എലിപ്സിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആവുന്ന കേസാണ്
നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് അല്ലേ. അതായത് റേഡിയസ് എ ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ പാരാമെട്രിക് കോർഡിനേറ്റ്സ് ആണ് എ കോസ് ടി എ സൈൻ ടി എന്ന് പറയുന്നത്. ഇവിടെ എ കോസ് ടി ബി സൈൻ ടി ആണ് പാരാമെട്രിക് കോർഡിനേറ്റ്സ് പറയുന്നത്. ഓക്കെ, ഇനി അത് നമ്മൾ എന്താ ചെയ്ത നേരത്തെ പോലെ ഇത് ട്രൂ ആണെന്ന് കാണാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കാര്യം കിട്ടുക. മീൻസ് ഇക്വേഷൻ നമുക്കറിയാം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ഇ സ്ക്വയർ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അതിൽ എക്സിൻ്റെ പ്ലേസിൽ എ കോസ് ടിയും വൈയുടെ പ്ലേസിൽ ബി സൈൻ ടിയും ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തു ആദ്യം. ഓക്കെ, ഇനി ശരിക്കും തിരിച്ചും നമ്മൾ വേണം. അതായത് പാരാമെട്രിക് ഇക്വേഷന് വൈ എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് അതിന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. അത് കുറച്ച് മീൻസ് നമുക്ക് സിംപ്ലിഫിക്കേഷൻ വരുന്നത് കൊണ്ട് ഇത് മാത്രം ചെയ്താലും ദിസ് ഇസ് നമുക്ക് പരാബോള പോലെ 2 പാർട്ടിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് ദിസ് ഗിവ്സ് ദ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എലിപ്സ്. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ നോക്കിയേ ടി ഈക്വൽ ടു -π to π എന്ന് പറയുന്നുണ്ട്. ശരിക്കും നോക്കിയേ എ കോസ് ടി ബി സൈൻ ടി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ വന്നു. ഈ ആംഗിളാണ് ടി എന്ന് പറയുന്നത് കേട്ടോ. ആംഗിൾ -π തൊട്ട് π വരെയുള്ള കംപ്ലീറ്റ് റൊട്ടേഷൻ നമുക്ക് വേണം. 0 to 2π എന്നാണ് സാധാരണ നമ്മൾ കൊടുക്കുക, ശരിയല്ലേ? 0 to 2π എന്നാണ് കൊടുക്കുന്നത്. അതായത് 0 തൊട്ട് 2π വരെയുള്ള കംപ്ലീറ്റ് റൊട്ടേഷൻ. അല്ലെങ്കിൽ ഇതാണ് 0, അങ്ങനെയാണെങ്കിൽ അല്ലേ, ഇതാണ് π/2, ഇതാണ് π എന്ന് പറയുന്നത്. അപ്പം -π to π എന്ന് പറയുമ്പോഴും -π to π എന്ന് പറയുമ്പോഴും ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ആവും, ശരിയല്ലേ? ഇത് 3π/2 0. ഓക്കെ, 2π റേഡിയസ് ഉള്ള അല്ലേ, ഇതിൻ്റെയും ഇത് π - π 2π ആണ്. അപ്പോൾ ആംഗിൾ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ദ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എലിപ്സ്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം നമുക്കറിയാം. എക്സ് സ്ക്വയർ എന്ന് നമ്മൾ നല്ലോണം മനസ്സിലുറപ്പിക്കുക. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. 2 വാല്യൂസും പോസിറ്റീവാണ്. എ ഈക്വൽ ടു ബി ആവുന്ന കേസ് എന്താണ്? മീൻസ് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എ ഈക്വൽ ടു ബി വരുന്ന കേസാണ് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. ബി സ്ക്വയറിൻ്റെ വാല്യൂ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയറിൻ്റെ 1 - ഇ സ്ക്വയർ. എക്സെൻട്രിസിറ്റി എലിപ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി 0, സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആണ്. ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എലിപ്സിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് സർക്കിൾ ആയതുകൊണ്ട് അതും കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേന്നുള്ളൂ. ഈ 0 ആവുന്ന കേസ്. ഓക്കെ, അപ്പോൾ ഈ 0 ആകുമ്പോൾ ഈ 1 - ഇ സ്ക്വയറിൽ 1 എന്ന് വരും. അപ്പോൾ ബി സ്ക്വയർ എ സ്ക്വയർ വരും. പോസിറ്റീവ് ആയതുകൊണ്ട് ബി ഈക്വൽ ടു എ എന്ന് വരും. അത്രയേ ഉള്ളൂ. ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ. എക്സ് ഈക്വൽ ടു എ കോസ് ടി വൈ ഈക്വൽ ടു ബി സൈൻ ടി. ഇപ്പോൾ എ കോസ് ടി ബി സൈൻ ടി ആണ് പാരാമെട്രിക് കോർഡിനേറ്റ്സ് വരുന്നത്. ദെൻ ഫോസി എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് 0, ഫോസി 2 ഉണ്ടല്ലേ. ഫോക്കസ് എന്ന് പറയുമ്പോൾ ഒന്നാണ്, ഫോസി എന്ന് പറയുമ്പോൾ 2 ഫോക്കസും കൂടി ഒരുമിച്ചിട്ട് ഒന്ന് AE0യും ഒന്ന് -AE0യും, അതായത് +or-AE0 ആണ് 2 ഫോക്കസ് വരുന്നത്. ഡയറക്ട്രിക്സ് ഒന്ന് ലെഫ്റ്റ് സൈഡിലും ഒന്ന് റൈറ്റ് സൈഡിലും വരും അല്ലേ. അതായത് എക്സ് ഈക്വൽ ടു A/Eയും എക്സ് ഈക്വൽ ടു -A/Eയും ആണ് അതിൻ്റെ 2 ഡയറക്ട്രിക്സ് വരുന്നത്. ഇനി ഈ നെഗറ്റീവ് ആകുമ്പോൾ ഇത് തിരിയുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മീൻസ് ഈ നെഗറ്റീവ് ആകുമ്പോൾ +A/E നെഗറ്റീവ് ആവും, -A/E പോസിറ്റീവ് ആവും, അത്രയേ ഉള്ളൂ. ഇവിടെ സൈഡിൽ വേറൊരു പാരാമെട്രിക് റെപ്രസെൻറ്റേഷനും കൂടി തന്നിട്ടുണ്ട്. ഇത് തീറ്റയുടെ ടേംസിലാണ്. ഇങ്ങനെ ഒരു ടേംസിൽ ഒരു ഇക്വേഷനും കൂടി തന്നിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ് ഈക്വൽ ടു എ. അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യാൻ നിങ്ങളൊന്ന് നോക്കി നോക്ക്. ടാനിൻ്റെയോ ഏതെങ്കിലും ടേമിൽ ഇവിടെ സൈനോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് കിട്ടുമോ നോക്കി നോക്കാം. കാരണം ഇവിടെ x/y is equal to അല്ലെങ്കിൽ y/x is equal to b/a cos tan t എന്ന് വരുന്നുണ്ട്. അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, അല്ലാതെ നമുക്കിത് ചെയ്യാം. എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി പ്രോബ്ലം നോക്കാം കേട്ടോ. PQ be an arbitrary chord of the ellipse with the equation x² / a² plus y² / b² equal to 1. ഇക്വേഷൻ തന്നിട്ടുണ്ട്. M എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ഓഫ് PQ ആണ് തന്നിട്ടുണ്ട്. PQ കോഡ് എന്ന് പറഞ്ഞാൽ എലിപ്സിൻ്റെ ഡിസ്റ്റിങ്റ്റ് ആയിട്ട് 2 പോയിൻ്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ. അതിൻ്റെ മിഡ് പോയിൻ്റ് M ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, പ്രൂവ് ദാറ്റ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചോയ്സ് ഓഫ് PQ. അപ്പോൾ PQ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാവുന്നത് A cos T B sin T ആണ്. ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ M എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ വരുമ്പോൾ M ഇവിടെ വരിക അല്ലേ. ഇങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ M ഇതാ വരിക, ശരിയല്ലേ. ഇനി ഇങ്ങനെയാണ് M എടുക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ M ശരിക്കും നമ്മുടെ പോയിൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം അല്ലേ. ഓരോ എമ്മും ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ, മീൻസ് പ്രൂവ് ചെയ്യേണ്ടത് എന്താ,
സ്ലോപ്പ് ഓഫ് ഒ എം ഇൻറ്റു സ്ലോപ്പ് ഓഫ് പി ക്യു എന്ന് പറയുന്നത് പി ക്യു എന്നുള്ള പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതായത് ആ ടി പോയിന്റുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. T1 T2 ഒക്കെ എടുത്താൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് അത് എയും ബിയും എന്ന് പറയുന്ന മൈനർ മേജർ ആക്സിസിൻ്റെ ബി വാല്യൂസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ജനറൽ പോയിന്റ് എടുത്തു, പിയും ക്യൂവും. നമ്മളെപ്പോഴും എടുക്കുന്ന പോലെ എ കോസ് T1 ബി സൈൻ T1 എന്ന് പറയുന്നത് പി എടുത്തു, എ കോസ് T2 ബി സൈൻ T2 എന്ന് പറയുന്നത് ക്യൂവിനെടുത്തു. ഇനി x1 y1 x2 y2 എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് എന്താ വരിക? x1 പ്ലസ് x2 y2 കോമ y1 പ്ലസ് y2 by2 എന്നാണ് വരിക. ശരിയല്ലേ? അപ്പോൾ ഈ രണ്ട് പോയിൻ്റ്, ഇതാണ് പി, ഇതാണ് ക്യൂ. ഇതിൻ്റെ മിഡ് പോയിൻ്റ് എന്താ വരിക? a/2 cos T1 ഇതാണ് പോയിന്റ് വരിക അല്ലേ? അതിൻ്റെ രണ്ടിൻ്റെ സം ബൈ 2. ഓക്കെ, ഇനി നേരത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന സ്ലോപ്പ് എങ്ങനെയാണ് കാണുക? ഒന്നുകൂടിയും പറയാം ഞാൻ. x1 y1 x2 y2 എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന സ്ലോപ്പ് അല്ലേ? സ്ലോപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ y1 മൈനസ് y2 ബൈ x1 മൈനസ് x2, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ മൈനസ് വരുന്ന പോലെ, അതായത് അല്ലെങ്കിൽ നമ്മൾ y2 മൈനസ് y1 ബൈ x2. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഏതാ പഠിച്ചിരിക്കണേന്ന് എനിക്കറിയില്ല, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? രണ്ടെണ്ണത്തിൻ്റെ സ്ലോപ്പ് വേണം അല്ലേ? ഒ എമ്മിൻ്റെ സ്ലോപ്പും പി ക്യൂവിൻ്റെ സ്ലോപ്പുമാണ് വേണ്ടത്. ഒ എം എന്ന് പറയുന്നത് എന്താ? എം എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടി. ഒ എന്ന് പറയുന്നത് ഒറിജിനാണ് 0 0. അപ്പോൾ പ്രൂവ് ചെയ്യാനുള്ളത് 0 ഇതാണ് ഒരു പോയിന്റ് അല്ലേ? അടുത്തത് 0 0 എന്ന് പറയുന്നതാണ് അടുത്ത പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്താ വരിക? വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ്. അങ്ങനെ നോക്കിയാൽ മതി. വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ 0 ആയതുകൊണ്ട് b/2 ഇൻറ്റു v/2 എന്നുണ്ട് ആക്ച്വലി, b/2 ഇൻറ്റു സൈൻ T1 പ്ലസ് സൈൻ T2 ബൈ എക്സ് കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് a/2 ഇൻറ്റു T2 ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. a/2 ഇൻറ്റു കോസ് T1 പ്ലസ് കോസ് T2. അപ്പോൾ ഒ എമ്മിൻ്റെ സ്ലോപ്പ് കിട്ടിയിട്ടാ. പി എമ്മിൻ്റെയും സ്ലോപ്പ് കിട്ടണം. പി എം നമ്മൾ എന്താ പറഞ്ഞ നേരത്തെ പോലെ പി ക്യൂവിൻ്റെയും ക്യൂവിൻ്റെയും വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് ബി ഇൻറ്റു സൈൻ T1 മൈനസ് സൈൻ T2 ബൈ എ ഇൻറ്റു കോസ് T1 മൈനസ് കോസ് T2. ഇനി അതിൻ്റെ രണ്ടിൻ്റെയും കൂടി പ്രൊഡക്റ്റ് കണ്ടു നോക്കാം. പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അത് ഈ ഒരു ഫോമുല വരിക, സൈൻ സ്ക്വയർ T1 മൈനസ് സൈൻ സ്ക്വയർ T2, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വരും. ഡിനോമിനേറ്ററിലും അങ്ങനെയാണ്. സോ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇത് ഡിനോമിനേറ്ററിൽ നമുക്ക് അങ്ങനെ എഴുതാം. 1 മൈനസ് കോസ് സ്ക്വയർ T1 പകരം 1 മൈനസ് സൈൻ സ്ക്വയർ T1 എന്നും കോസ് സ്ക്വയർ T2 പകരം 1 മൈനസ് സൈൻ സ്ക്വയർ T2 എന്നും എഴുതാം. സോ ഇത് ക്യാൻസൽ ചെയ്ത് പോകും, കാരണം ഈ 1 ആദ്യം ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഉള്ളത് ഡിനോമിനേറ്ററിലുള്ള ടേം ഇതിൻ്റെ കറക്റ്റ് ഒരു മൈനസ് ഓഫ് ആ ടേമാണ് വരിക. ക്യാൻസൽ ചെയ്യുമ്പോൾ -1 വരും, അതായത് b² മൈനസ് a². അപ്പോൾ സ്ലോപ്പ് ഓഫ് ഒ എം ഇൻറ്റു സ്ലോപ്പ് ഓഫ് പി ക്യൂ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പോയിന്റ് ഓഫ് പി ക്യൂ അല്ലേ? പി ഡി ക്യൂവിൻ്റെ പോയിൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് T1 T2 എന്നുള്ള പോയിൻ്റാണ്. അപ്പോൾ T1 T2 ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് മേജർ മൈനർ ആക്സിസ് ആ ബി എ എന്ന് പറയുന്ന വാല്യൂസ്, അതായത് എക്സ് ആക്സിസും വൈ ആക്സിസ് ആയിട്ട് നമ്മുടെ എലിപ്സ് ടച്ച് ചെയ്യുന്ന പോയിൻറ്റ്സിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ദ വാല്യൂസ് ഓഫ് T1 ആൻഡ് T2 ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദിസ് എ ആൻഡ് ബി. സെയിം തന്നെയാണ് ഇവിടെ പ്രോബ്ലം പറയുന്നത്. പി ബി ആൻ ആർബിട്രറി പോയിന്റ് ഓൺ ദി എലിപ്സ് വിത്ത് ഇക്വേഷൻ ഫോക്കസ് തന്നിട്ടുണ്ട്. എം എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ആണ്. നേരത്തെ കേസിൽ കോഡായിരുന്നു അല്ലേ? ഇങ്ങനെയായിരുന്നേ അല്ലേ? ഇവിടെ പി ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്. എം എന്ന് പറയുന്നത് എഫ് പിയുടെ മിഡ് പോയിൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എം ലൈസ് ഓൺ ആൻ എലിപ്സ് ഹൂസ് സെൻറ്റർ ഈസ് ദ മിഡ് വേ ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൻ്റെ സെൻറ്റർ ഏതാ നമുക്കറിയാം അല്ലേ? ഒറിജിനാണ് അല്ലേ? ഇനി നമ്മൾ ഇങ്ങനെയാണ് എം എന്ന് പറയുന്നത്, ഈ എഫ് പി ജോയിൻറ്റ് ഫോക്കസ് ആണ്. എഫ് പി ഒരു ആർബിട്രറി പോയിൻ്റ് ആണ്, അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എം എങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എം ലൈസ് ഓൺ ദ എലിപ്സ് ഹൂ സെൻറ്റർ ഈസ് മിഡ് വേ. അപ്പോൾ വേറെ ഒരു, അതായത് ഒറിജിനും എഫിനും ഇടയിലുള്ള അതിൻ്റെ മിഡ് പോയിൻ്റ് ഇല്ലേ, അതിൻ്റെ മിഡ് പോയിൻ്റ് സെൻറ്ററായിട്ടുള്ള ഒരു എലിപ്സ്
എം ബി ദ മിഡ് പ്രൂവ് ദാറ്റ് എം ലൈസ്. അങ്ങനെ ഒരു എലിപ്സ് വരയ്ക്കുകയാണെങ്കിൽ ആ എലിപ്സ് കൂടെയാണ് ഈ എം പാസ് ചെയ്ത് പോകുന്നത് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എലിപ്സിൻ്റെ ഇക്വേഷൻ കിട്ടിയാലും മതി അല്ലേ. അത് നിങ്ങളൊന്ന് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളത് ആലോചിക്കില്ല, അത് നമ്മൾ ചെയ്തിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.